ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ പൊട്ടേറ്റോ ലാബിൻ്റെ 7th എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ മേക്കിങ് അവൾക്ക് ബേക്കോടുള്ള ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അവൻ അവളെ അവോയ്ഡ് ചെയ്യുന്ന വിഷമത്തിൽ അവൾ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പോയിട്ട് തിരക്കുന്ന സമയത്ത് അവൻ അവളെ വീടിൻ്റെ അകത്തേക്കാക്കിയിട്ട് പെട്ടെന്ന് ആ ഒരു വീടിൻ്റെ ഡോറ് അടയ്ക്കുകയാണ്. അവൻ്റെ ഈ ഒരു അപ്രോച്ച് കാണുമ്പോൾ പെട്ടെന്ന് അവൾ ബ്ലഷായിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വേഗം തന്നെ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും ബേക്കോനെയും വിളിച്ച് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അവൾ വളരെ സംശയത്തോടെ തന്നെ ഈ ഒരു സമയത്ത് അവൻ്റെ ഫീലിങ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ ഒരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അവളുടെ അടുത്ത് സംസാരിക്കുകയാണ്. ചെറുപ്പത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അവൻ്റെ അമ്മ അവനെ അബാൻഡൻ ചെയ്ത് ഉപേക്ഷിച്ച് പോയതാണ്. പിന്നീട് അവൻ വളർന്നതൊക്കെ ഒരു ഓർഫനേജിലാണ്. അങ്ങനെ ജീവിതത്തിൽ ആരും കൂടെയില്ലാതെ എപ്പോഴും ഒറ്റപ്പെട്ടിരുന്ന അവന് ആകെ കൂടി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കുറേ വാല്യൂകളും കുറേ പ്രിൻസിപ്പിൾസും മാത്രമായിരുന്നു. അതാണ് ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ അത്രയും കോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ബേക്കോയ്ക്ക് ഉണ്ടാവുന്നത്. അന്ന് മുതൽ അവൻ്റെ ലൈഫിൽ എപ്പോഴും വിഷമങ്ങളും വേദനകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വളരെയധികം റിലാക്സ്ഡായി മാറിയെന്നും പണ്ട് അവൻ ചിന്തിച്ചിരുന്ന പോലെയുള്ള കാര്യങ്ങളല്ല അവൻ ഇപ്പം ചിന്തിക്കുന്നതെന്നും കുറച്ചും കൂടി ഒരു ഹ്യൂമാനിറ്റി അവനിൽ വന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നുണ്ടെന്നും അവൻ പറയാണ്. പക്ഷെ അപ്പോഴും അവൻ കാരണം മേക്കിങ്ങിന് ജോലി നഷ്ടപ്പെടും എന്ന ആ ഒരു റിഗ്രറ്റ് കാരണം അവൻ ഇപ്പോഴും അവളെ ഡേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന മേക്കിംഗ് ആകട്ടെ എന്തായാലും ആ ഒരു ജോലി ഇല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് പോകാനായിട്ട് അവൾ തീരുമാനിച്ചതാണ്. മാത്രമല്ല ആ ഒരു ടൈമിൽ അവനോട് അവൾക്ക് ഒരുപാട് ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പോൾ അവൾ അതിൽ അത്രയും ഡിപ്രസ്ഡ് അല്ല എന്നും ഏതായാലും അവൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ അവൻ ഇപ്പം കൺഫ്യൂസ് ചെയ്ത അവൻ്റെ ഫീലിങ്സിന് ഒരു റിപ്ലൈ കൊടുക്കാമെന്ന രീതിയിൽ ബേക്കോയോട് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരു ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലുള്ള എല്ലാവരും തന്നെ മേക്കിങ്ങിനെയും ബേക്കോനെയും അന്ന് കാറിൽ വെച്ച് ഒരുമിച്ച് കണ്ടതിൽ പിന്നെ അവരൊരു റിലേഷനിലാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവരങ്ങനെ ബേക്കോനെയും മേക്കിങ്ങിനെയും പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ കണ്ട പോലെ ഇവരുടെ ലാബ് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മാരു പൊട്ടേറ്റോസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ബേക്കോയെ ചെന്ന് കാണാനായിട്ട് അവളുടെ ചീഫ് പറയുന്നത് കേട്ടിട്ട് പതിവിലും വിപരീതമായിട്ട് വളരെ എക്റ്റഡായിട്ട് ബ്ലഷ്ഡൊക്കെ ആയിട്ട് അവൾ നേരെ തന്നെ ബേക്കോനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. എപ്പോഴും കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്ന ബേക്കോയുടെ മുഖം തന്നെ അവളെ കണ്ടപ്പോൾ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ അവൾ മാരു പൊട്ടേറ്റോസിൻ്റെ റിവ്യൂ എല്ലാം ബേക്കോയോട് ചോദിക്കുന്ന സമയത്ത് ബേക്കോ അതിനെത്ര കാര്യമായി പരിഗണിക്കാതെ മാർഷൽ എന്ന് പറയുന്ന അവൻ റെക്കമെൻഡ് ചെയ്ത പൊട്ടേറ്റോസിൻ്റെ ഗുണനിലവാരങ്ങളെക്കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്തിന് അവൾ പറയുന്ന പൊട്ടേറ്റോസിന് ആ അസുഖങ്ങളും ഈ അസുഖങ്ങളൊന്നും വരില്ല എന്ന് അവൾ പറയുമ്പോൾ അതിലും കൂടുതൽ ന്യൂട്രീഷനും ഈ അസുഖങ്ങളൊക്കെ തടയാനായിട്ടുള്ള റെസിസ്റ്റൻസും എല്ലാം അവൻ്റെ ഭാഗത്തുള്ള പൊട്ടേറ്റോസിനാണെന്ന് അവനും വാദിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവർ തമ്മിൽ ഓരോ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് പഴയ പോലെ തന്നെ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ അവർ പറയണത് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും അവസാനം ബേക്കോയുടെ അടുത്ത് മാരുവിൻ്റെ കാര്യങ്ങളും അതിൻ്റെ റിവ്യൂവും കൂടി നോക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും കയറിയപ്പോഴുള്ള ആ ഒരു ബ്ലഷും റൊമാൻസും ഒന്നും ഇറങ്ങുന്നവരുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ വീണ്ടും അവർ പഴയ പോലെ ആയെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തിരിച്ചു വന്ന അവളുടെ ആ ഒരു ദേഷ്യപ്പെട്ട മുഖഭാവം കാണുമ്പോൾ തന്നെ അവിടെ എന്തോ ഒരു ഫൈറ്റ് നടന്നു എന്നുള്ള കാര്യം അവളുടെ ഓഫീസിലുള്ള എല്ലാ കൊളീഗ്സിനും മനസ്സിലാകുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ ബേക്കോ അവിടെ വർക്ക് പ്ലേസിലേക്കൊക്കെ വന്നിട്ട് മേക്കിങ്ങിനെ നോക്കുന്നുണ്ടെങ്കിലും അവൾ എവിടെയും കാണാത്തതുകൊണ്ട് അവൾ അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഏറ്റവും അവസാനം അവൾ ഉണ്ടാക്കി വെച്ച റിപ്പോർട്ടുകളെല്ലാം നോക്കുന്ന സമയത്ത് അവൾ മറ്റൊരു റിപ്പോർട്ടും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവൾ പറഞ്ഞ് മാരു പൊട്ടേറ്റോസിനാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് കൾച്ചർ ചെയ്യാനും അതുപോലെ പൊട്ടേറ്റോ ചിപ്സ് ഉണ്ടാക്കാനൊക്കെ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് എന്നത് തെളിയിക്കുന്ന രീതിയിലുള്ള എവിഡൻസസും അവളുടെ ഭാഗത്തുണ്ടായിരുന്നു. എന്നാൽ അവൾ ഇതൊക്കെ അവന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവൻ അവളെ ഒരു ഡേറ്റിന് ക്ഷണിക്കുകയാണ്. ഈ സമയത്ത് അവൾക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റാതെ അവൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. പക്ഷെ ആ ഒരു ഡേറ്റിനിടയിൽ വെച്ചിട്ടും അവൾ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൾക്ക് തന്നെ അവളുടെ ഇപ്പോഴത്തെ മൂഡ് ശരിയല്ലെന്നും അതുകൊണ്ട് ഇപ്പം ഞാൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി നടക്കാൻ നോക്കുമ്പോൾ അവനും അവളുടെ ഒപ്പം ജോയിൻ ചെയ്യാണ്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് ഒടുവിൽ കോംപ്രമൈസ് ആകുന്നുണ്ട്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് നടന്നു പോകുമ്പോഴാണ് അവൻ അവളുടെ ആഗ്രഹം പോലെ തന്നെ മാരു പൊട്ടേറ്റോസിനെ ഫൈനലായിട്ട് സെലക്ട് ചെയ്ത കാര്യം അവൻ അവളുടെ അടുത്ത് പറയുന്നത്. മാത്രമല്ല അത് വെറുതെ അവളുടെ ആഗ്രഹം നടത്താൻ വേണ്ടി മാത്രമല്ല അതിൻ്റെ എഫിഷ്യൻസിയും മറ്റു ഗുണങ്ങളെ കുറിച്ചിട്ട് അവന് മനസ്സിലായോണ്ടാണെന്ന് അവൻ പറയുന്നുണ്ട്.
അങ്ങനെ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിൽ അങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് അവിടെ ഒങ്ജുവും അവളുടെ ബ്രദറും കൂടി ഒരു ഡിന്നർ ഡേറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവര് വരുന്ന സൗണ്ട് കേട്ട് അവരവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ബേഖോ ആകട്ടെ ആ ഒരു ഡിന്നർ ഡേറ്റ് മീക്കിങ് അവന് കൊടുത്ത സർപ്രൈസ് ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലവ് ലെറ്ററൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അത് ഒങ്ജു മീക്കിങ്ങിന്റെ ബ്രദറിന് എഴുതിയ ലെറ്റർ ആയിരുന്നു. പക്ഷെ അതിൽ വളരെ അഡൾട്ട്സ് ഓൺലി വേർഷനിൽ അവൾ കുറെ കാര്യങ്ങൾ എഴുതിയത് കണ്ട് ഇത് മീക്കിംഗ് ആണ് എഴുതിയെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ബേഖോ വേഗം തന്നെ അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഇതേ സമയം കീസയെ കാണിക്കുകയാണെങ്കിൽ ഈ അടുത്തായിട്ട് അവൻ എപ്പോഴും മീക്കിങ്ങിനെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് മീക്കിങ് അവന് ഗിഫ്റ്റ് ചെയ്ത ഒരു ഗിഫ്റ്റ് ബോക്സും എത്ര ഹാപ്പി ആയിരുന്നു അവൻ ആ ഒരു സമയത്തെന്നുള്ള കാര്യങ്ങളും അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം മീക്കിങ് രാവിലെ തന്നെ ബേഖോയുടെ അടുത്ത് വന്ന് ഇന്നലെ നടന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വൃത്തികെട്ട ലെറ്റർ എഴുതിയത് താനല്ലെന്നും ഞാൻ ഒരിക്കലും അങ്ങനെ എഴുതില്ല എന്നും അവളിങ്ങനെ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയല്ലേ എന്ന് ബേഖോ അവളുടെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. കാരണം അവനെ കൂടാതെ അവിടെ ഒരു ഫാമർ ലേഡി കൂടി ഉണ്ടായിരുന്നു. പിന്നീട് അവർ ആ ഒരു ലേഡിക്ക് കുറെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഈ ഒരു കാര്യം വേറെ ആരോടും പറയരുതെന്ന് പറയുമ്പോൾ ആ ഒരു ലേഡി അത് ഓൾറെഡി ഇവിടെ പാട്ടാണെന്ന് പറയാണ്. അതിലൂടെ തന്നെ അവളുടെ ഓഫീസിലുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാമെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ നേരെ തന്നെ അവരുടെ അടുത്ത് വന്ന് ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. പക്ഷെ അവളത് കംപ്ലീറ്റ് ആക്കാൻ പോലും സമ്മതിക്കാതെ എല്ലാവരും അത് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു എന്നാണ് അവളോട് തിരിച്ചു പറയുന്നത്. കീസേ ആകട്ടെ അവന് പേഴ്സണലായിട്ട് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു അസിസ്റ്റന്റിനെ ബേഖോയുടെ പുതിയ അസിസ്റ്റന്റ് ആയിട്ട് അവൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇതേ സമയം ബേഖോ ആകട്ടെ കീസയെ വിളിച്ചിട്ട് എനിക്കിപ്പോൾ അങ്ങനൊരു അസിസ്റ്റന്റിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കുന്നില്ല. അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മീക്കിങ്ങിന്റെ കാര്യം ശരിക്കും ഒരു പെട്ട അവസ്ഥയിലാണ്. ആ ഒരു ഓഫീസിലുള്ള എല്ലാവരും തന്നെ അവളുടെ കാര്യമൊക്കെ അറിഞ്ഞ് എല്ലാവരും അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. മാത്രമല്ല ഇപ്പൊ എല്ലാവരും അത് അറിഞ്ഞതുകൊണ്ട് അവർ പബ്ലിക്കായിട്ട് ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുകയും ക്ലോസ് ആയിട്ട് പെരുമാറാനും തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയം വീട്ടിലാകട്ടെ ഒങ്ജുവും മീക്കിങ്ങിന്റെ അനിയനും കൂടി ഈ ബേഖോ എന്ത് കണ്ടിട്ടാണ് അവന്റെ സിസ്റ്ററിനെ ഇങ്ങനെ പ്രണയിക്കുന്നത് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മീക്കിങ്ങിന്റെ ക്യാരക്ടർ വെച്ച് ഇത്രയും റൂഡായിട്ടുള്ള ക്ഷമ എന്ന് പറയുന്ന ഒരു ഫീലിങ്സും ഇല്ലാത്ത ക്രേസി ആയിട്ടുള്ള അവൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ സെറ്റായതെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ നേരിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ബേഖോയോട് സംസാരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബേഖോ അവന് കുറെ ബിസിനസ് ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ അവസാനം ക്യങ് വന്നിട്ട് മീക്കിങ്ങിനോടും അവൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഒങ്ജുവിനോടും ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ താമസിക്കണമെങ്കിൽ എനിക്ക് വാടക കൃത്യമായിട്ട് തരണമെന്ന കാര്യം പറയാണ്. 6 വർഷങ്ങളായിട്ട് ഇതുവരെയും നിങ്ങൾ എനിക്ക് ഒരു റെന്റും തന്നിട്ടില്ലെന്നും ഈ വീട്ടിലെ എല്ലാ റീപെയർ വർക്കും നടത്തുന്നത് ഞാനായതുകൊണ്ട് ഇനി മുതൽ എനിക്ക് റെന്റ് വേണമെന്ന് അവൻ വാശി പിടിക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ പുറകിൽ ബേഖോ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ രണ്ടുപേരും കൂടി ബേഖോനെ ചെന്ന് കണ്ട് അവനിട്ട് നല്ലത് തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചെത്തുന്ന ഒങ്ജു ആകട്ടെ അവളുടെ മാർഷ്യൽ ആർട്സും സ്കിൽസ് ഒക്കെ വെച്ച് ആ ഒരു വീടിന്റെ ഓണർ ആയിട്ടുള്ള ക്യങ്ങിനെ തന്നെ ആ ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അവന്റെ സ്വന്തം ഗേൾഫ്രണ്ട് ആയതുകൊണ്ട് തിരിച്ചൊന്നും പറയാനോ ചെയ്യാനോ പറ്റാണ്ട് അവൻ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടിയും വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബേഖോയും ക്യങ്ങും കൂടി സംസാരിക്കുമ്പോഴാണ് മീക്കിങ്ങിന്റെ പാസ്റ്റും അവരുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അമ്മ മരിച്ചു പോയതിന് പിന്നെ ഉള്ളിൽ അത്രയും വിഷമം ഉണ്ടായിട്ടും ഞങ്ങളൊന്നും വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് പുറത്തേക്ക് അതൊന്നും തന്നെ എക്സ്പ്രസ് ചെയ്യാതെ ജെന്റിലായിട്ട് നടന്നുകൊണ്ടിരുന്ന മീക്കിങ്ങിന്റെ ആ ഒരു സൈഡിനെ കുറിച്ച് അവനിപ്പോ ബേഖോയോട് പറയുന്നുണ്ട്. ഇതേ സമയം കീസെ വിട്ട അവന്റെ അസിസ്റ്റന്റ് മാനേജർ ആകട്ടെ പൊട്ടേറ്റോ ലാബിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് അതെല്ലാം കീസയുടെ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ അവൻ ബേഖോയുടെയും മീക്കിങ്ങിന്റെയും കാര്യം ഇപ്പൊ കീസയുടെ അടുത്ത് പറയുമ്പോൾ അതെല്ലാം കണ്ട് അവൻ വളരെയധികം ജലസ് ആവാണ്. അങ്ങനെ ഈ ഒരു വാർത്ത അറിഞ്ഞ് അപ്പൊ തന്നെ കീസെ അവന്റെ സീനിയറിനെ വിളിച്ച് 6 വർഷങ്ങൾക്ക് മുമ്പ് വൊൻഹാൻ റീറ്റെയിലിൽ വെച്ച് നടന്ന ആ ഒരു ഇൻസിഡന്റും മീക്കിങ് എന്ന പേരും നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഇപ്പോ ബേഖോയാകട്ടെ വലിയൊരു ടെഡി ബിയറിനെ മീക്കിങ്ങിന് കൊടുത്തുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് വളരെ റൊമാൻറ്റിക് ആയിട്ട് അവൻ അവളുടെ അടുത്ത് വന്ന് അവളുടെ ഫോർഹെഡിൽ കിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതേ സമയം കീസയാകട്ടെ മീക്കിങ്ങിന്റെ ഫോട്ടോയും നോക്കിക്കൊണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് അവൻ നിന്നോട് എന്താ ചെയ്തതെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ലെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ കണ്ട പോലെ 6 വർഷങ്ങൾക്ക് മുമ്പ് മീക്കിങ്ങിന്റെ ലൈഫിൽ അവൾ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ബേഖോ ഇൻവോൾവ് ആണോ അതോ എന്തിനാണ് കീസെ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഈ കാര്യങ്ങൾക്കുള്ള ആൻസേഴ്സ് ഒക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും ആ എപ്പിസോഡ്സ് ഒന്നും മിസ് ചെയ്യാതെ നോക്കണേ. ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ ബൈ.